ഹലോ. എടാ നീ എവിടെയാടോ ഉള്ളേ? ഞാൻ ഇവിടെ എന്റെ വീട്ടിലുണ്ടല്ലോ. എന്തായിരുന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. നീ എന്റെ കോളേജ് വരെ ഒന്ന് തരുമോ? അയ്യോ, ഇപ്പൊ കോളേജ് വരെ വരാൻ പറഞ്ഞ ഞാൻ വരാം. പെട്ടെന്ന് വരണേ, ഞാൻ ഈ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ ആപ്പുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം. അതാ ഓക്കെ. എന്നാലും എന്തായിരിക്കും എന്നോട് കോളേജ് വരെ വരാൻ പറഞ്ഞേ? അയ്യോ, എന്റെ BMW ആണെങ്കിൽ പണിയായിട്ട് കിടക്കുമല്ലേ, ഇതെടുത്ത് പോകാൻ പറ്റൂല്ലോ. ഒരു ആഴ്ച അമ്മനെ എങ്ങനെ വിളിക്കാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂസർ അവിടെ പോകണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് എങ്ങോട്ടാണെന്നൊരു ഐഡിയ ഇല്ലേ ഗൈസ്. അവൻ്റെ വണ്ടിക്ക് എന്തോ പണി കിട്ടുകയെന്ന് പറഞ്ഞത്, അതുകൊണ്ട് എന്നെ വന്ന് കൂട്ടാനൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ എന്നെ. എന്തായാലും നമുക്ക് ജസ്റ്റ് പോയി നോക്കാം എന്താ സംഭവം എന്ന്. പിന്നെ എൻ്റെ സിവിക്കിനാണെങ്കിൽ ഗൈസ് എൻജിൻ സൗണ്ടും ഒരു എക്സോസ്റ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ല. എന്താണെന്നറിയില്ല, അടുത്ത എന്തോ പുതിയ ബഗ്ഗാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഗൈസ് ഇങ്ങനെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകണം. ഇതാണ് ഒരു സൗണ്ട് കേൾക്കുന്നില്ല, ഒരുമാതിരി ഇലക്ട്രിക് കാർ ഇരുന്ന് ഓടിക്കുന്നവരുണ്ട്. എന്തിനാണെന്നറിയില്ലേ, ഇമ്മാതിരി ബഗ്ഗല്ലേ ഗെയിം വെച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇങ്ങനെ ക്രൂസറിൻ്റെ അടുത്തോട്ട് പോകാം. അവിടെ പോയിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാൻ കഴിച്ചു. ഇന്ന് മീറ്റപ്പോ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ല. പിന്നെ ഇവൻ എങ്ങോട്ടായി രാവിലെ തന്നെ ഇറങ്ങുന്നതെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. പിന്നെ ഈ വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. നമുക്ക് ഈ ഒരു വളവും കൂടെ കഴിഞ്ഞിട്ട് ഈ വണ്ടിയും സൈഡാക്കിയിട്ട് ഞാൻ ഈ സൗണ്ട് തന്നെ വരുതാത്തൊന്ന് നോക്കട്ടെ ഗൈസ്. ചിലപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയിട്ട് കയറി കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. സൗണ്ട് ഇല്ലാതെ ഓടിക്കാനൊരു രസമില്ല. ഞാൻ ഇത്ര നേരം സൗണ്ട് ഉണ്ടായിരുന്നു. ഈ വീഡിയോ റെക്കോർഡ് ആക്കാൻ തുടങ്ങിയ ടൈമിലാണ് ഇതിൻ്റെ സൗണ്ട് പോയത്. ഇറങ്ങിയിട്ട് കയറിയിട്ടുണ്ട്, ഒരു മാറ്റവും ഇല്ല ഗൈസ്. സൗണ്ട് വന്നിട്ടൊന്നുമില്ല ഇപ്പോഴും. എന്താ ഇപ്പോൾ ചെയ്യുക? ഇനിയിപ്പോൾ സൗണ്ട് പോട്ടെ, നമുക്ക് ഞാൻ എന്തായാലും ക്രൂസറിൻ്റെ എടുത്തിട്ട് പോകാം ഗൈസ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും പോലീസ് ഉള്ളിൽ സീനാക്കിയത്. അത് നമ്മൾ ഇപ്പോഴും എന്തോ രക്ഷപ്പെട്ടിങ്ങനെ നടക്കുന്നത് കേട്ടോ. ഇപ്പോഴും സിവിക്ക് എടുത്ത് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു, വേറെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. എന്തായാലും ഇറങ്ങിപ്പോയി. ഇന്ന് പണി വാളുമൊന്നും അറിയത്തില്ല. എന്തായാലും ജസ്റ്റ് നമുക്ക് ഇതും കൊണ്ട് തന്നെ പോവാം. ഇവൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. ഏത് വണ്ടി എടുത്തിട്ട് പോലും കണക്ക്, കാരണം അവർ നമ്മുടെ ഫേസ് ശരിക്കും കണ്ടാണല്ലോ. അതുകൊണ്ട് ഇനി ഏത് വണ്ടി പോയിട്ടും കാര്യമൊന്നുമില്ല. പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചതാണ്. ഈ സൗണ്ട് പോലീസ് കാണാതെ വേണം അങ്ങോട്ടേലും പോകുന്നുണ്ടെങ്കിൽ പോകാൻ. ഇന്നെന്തായാലും രാവിലെ തന്നെ ഇറങ്ങണം. രാവിലെ എവിടെയും ചെക്കിംഗ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമ്മൾ ഇന്നലെ ഇറങ്ങിയത് ഈ കറക്റ്റ് ചെക്കിംഗ് ഒക്കെ ഉള്ള ടൈമിൽ ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞാലും തോന്നുന്നത് ചിലപ്പോൾ പോലീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. കറക്റ്റ് ആ ടൈമിൽ തന്നെ ഇറങ്ങിപ്പോയതാണ് പണി കിട്ടിയത്. പിന്നെ സിവിക്ക് ഞാൻ അവിടെ കൊണ്ട് മറിച്ചിട്ടില്ലായിരുന്നു ഗൈസ്, അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ നേരെ ഡെസൈഡിലോട്ട് വിട്ട് അവിടെ സിവിക്ക് കൊടുത്തിട്ട് ഒറ്റ വരുത്ത് വന്നു ഗൈസ്. പോലീസുകാരൊക്കെ അങ്ങോട്ട് എത്തുന്നേ ഉള്ളായിരുന്നു ഈ സിവിക്ക് എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടിടാൻ. ആ ഒരു ടൈമിനേക്കാളും മുമ്പ് നമ്മളവിടെ എത്തിക്കൊണ്ട് രക്ഷപ്പെട്ട് വേണ്ട അവൻ അവിടെ നിന്ന് വരുന്നുണ്ട്. സിവിക്കിൻ്റെ അവസ്ഥ നോക്കി ഗൈസ്, ഫുള്ള് കഴുകിയിട്ടതായിരുന്നു. പിന്നെ ഇത് തന്നെ ഇവിടെ ഒക്കെ വീട് വെച്ചുള്ള സീൻ ഇതാണ്. വണ്ടി എടുക്കാം, നമുക്ക് അത്യാവശ്യമായിട്ട് സിറ്റി 2 വരെ ഒന്ന് പോകണം. എടാ നീ ഇതുവരെ കാര്യം എന്നാന്ന് പറഞ്ഞില്ല. കാര്യം എന്താന്ന് പറഞ്ഞെങ്കിൽ നമുക്കങ്ങ് പോകായിരുന്നു. കാര്യം എന്നാന്ന് എനിക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് സിറ്റി 2 വരെ പോകണമെന്ന് പറഞ്ഞേ. വേഗം വണ്ടി എടുക്ക്. എടാ കാര്യം അറിയാതെ നീ എന്തിനാണ് സിറ്റി 2 പോണേ? നിനക്ക് വല്ല പ്രാന്തമാണോ? നിന്റെ വണ്ടിക്ക് തന്നെ പറ്റിയേ? എന്തോ പറ്റി, അതിപ്പോ സ്റ്റാർട്ട് പോലും ആവണില്ല. അതുകൊണ്ടല്ലേ അണ്ണനെ ഇപ്പോൾ വിളിച്ചേ. പെട്ടെന്ന് സിറ്റി 2 വരെ എന്തായാലും പോകണം. ഞാൻ വണ്ടി എടുത്തോ. ഇവനോട് കുറെ നേരം ഈ സംഭവം ചോദിക്കുന്നത്, പക്ഷെ അവനൊന്നും പറയുന്നൊന്നുമില്ല. നമുക്ക് എന്തായാലും നേരെ സിറ്റി 2 പോവാം. ഒന്ന് വണ്ടി കയറി. എടാ പിന്നെ സിറ്റി 2 എങ്ങോട്ടാ പോകേണ്ടതെങ്കിലും ഒന്ന് പറ. മറ്റേ സിറ്റി 2 ഒരു കോളേജ് ഇല്ലേ, അങ്ങോട്ടാ പോണ്ടേ. കോളേജിലോ? അല്ല നീ പിന്നെ എന്നെ അഡ്മിഷനൊക്കെ എടുത്തിട്ട് പഠിക്കാൻ തീരുമാനിച്ചോ? ഇനി തൊട്ട് കോളേജിലൊക്കെ പോകാൻ വിചാരിച്ചു. എന്തായാലും വെറുതെ വീട്ടിലിരിക്കുവാണല്ലോ. ഓ ഇനിയിപ്പം നിന്നെ കാണാനൊന്നും കിട്ടൂല്ലോ, ഏതെങ്കിലും കോളേജിലായിരിക്കുമല്ലോ. ഇനിയിപ്പോ ഏതുനേരം കോളേജിലൊക്കെ തന്നെ ആയിരിക്കും. അങ്ങോട്ട് വന്നാൽ മതി ഇടയ്ക്ക്. എല്ലാടാ നിന്റെ സിവിക്ക് നിനക്ക് കിട്ടിയില്ല? സിവിക്ക് ഞാനൊന്നും പറയുന്നില്ല. അണ്ണന്റെ ഒരു ഒടുക്കത്തെ പ്ലാൻ കാരണം അതിന് സ്റ്റേഷനിൽ കിടക്കും. അതിന് അവിടെ നിന്ന് എങ്ങനെ ഇറക്കാനാണോ? അവിടെ നടിച്ചോണ്ട് വരാൻ പോലും പറ്റില്ല. അവരതുകൊണ്ട് സ്റ്റേഷനിലേക്ക് കിട്ടും. അതപ്പോഴാ അണ്ണൻ വണ്ടിയിൽ ഇരുന്നിട്ട് കണ്ടില്ലായിരുന്നു ആ സിവിക്ക് ഫ്രണ്ടിൽ പോകുന്ന പോലീസ് വണ്ടിയുടെ? ഞാൻ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നീന്റെ ഫ്രണ്ടിൽ കിടന്ന് തന്നെ കാണിക്കുന്നത്. ഞാനൊന്നും കാണിച്ചോണ്ടിരുന്നൊന്നും അല്ല, ആ പോലീസുകാരായിരുന്നു ഓടിക്കുന്നത്. ഞാൻ ആ സിവിക്കിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരത് നേരെ കൊണ്ട് ആ സ്റ്റേഷനിൽ ഇട്ടില്ലേ, അതിനിടയ്ക്കെല്ലാം നമ്മളവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെ. വണ്ടി എവിടെയുള്ള സാരമില്ലടാ, നമുക്ക് വേറെ ഒരു സിവിക്ക് വാങ്ങാം. എന്നാ വേറെ ഒരു സിവിക്ക് വാങ്ങി എങ്ങനെയാണ് എന്റെ ആ സിവിക്ക് ആവുന്നത്? അത് നമുക്ക് അവിടെ തന്നെ പോയി എടുക്കണം. എടാ അവിടെ പോയി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതിനിപ്പോ അങ്ങനെ എടുക്കണമെങ്കിൽ ആ വണ്ടി 6 പേരിലുള്ളേ. ആ വണ്ടി എന്റെ പേരിൽ തന്നെ ഉള്ളേ. അന്നാ നീ ആ വണ്ടി നോക്കണ്ട, വേറെ ആരെങ്കിലും പേരിലായിരുന്നെങ്കിൽ നമുക്ക് അവനെ വിടായിരുന്നു. എന്നിട്ട് നീ അടിച്ചോണ്ട് പോകാതെ പറയായിരുന്നല്ലോ. നല്ലൊരു ഐഡിയ ആയിരുന്നു, പക്ഷെ എന്റെ വണ്ടിയുടെ RC ഓടണം പിന്നെ ഞാൻ തന്നെ അല്ലാണ്. എന്തായാലും നമുക്ക് സെറ്റ് ആക്കടാ, കുറച്ച് ദിവസം കഴിയട്ടെ. ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. ഇന്നലെയാണല്ലോ നമ്മളെ പിടിച്ചത്. ഇന്ന് പോയിട്ട് ആ വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ എന്റെ സിവിക്കിന്റെ സൗണ്ട് കേൾക്കുന്നില്ലടാ. അത് ശരിയാണല്ലോ, ഇതിന് സൗണ്ട് ഒന്നും ഇല്ലേ? ഇതിന് ഇലക്ട്രിക് ആക്കിയോ? അതായത് രാവിലെ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നടാ. ഇപ്പൊ നിന്റെ അടുത്തോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് സീനായത്. ഇതിപ്പോൾ ഇലക്ട്രിക് കാർ ഓടിക്കുന്നവരുണ്ട്. ശരി, ഒന്നും അറിയുന്ന പോലുമില്ല, വെറുതെ കാർ ഇങ്ങനെ പോകും. എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടമില്ല. എനിക്കാണ് സൗണ്ട് വേണം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. ഇത് ഒരുമാതിരി ഇതായിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും അല്ലേ? പിന്നെ ഈ കോളേജിൽ നീ ശരിക്കും അഡ്മിഷൻ എടുക്കാൻ പോകുന്നൊന്നും അല്ല, ശരിക്കും തന്നെയാണ് സംഭവം. കാരണം അതവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അതുവരെ അത് വെയിറ്റ് ആക്കി. എന്തായാലും നീ പറയൂല അല്ലേ? അവിടെ ഇവിടെ നിന്ന് ഏത് വഴിയാടെ കയറി പോകാനും പോലീസ് കാണുമോ? പിന്നെ നമ്മളെ തൂക്ക് വന്നിട്ട്. അണ്ണന് വേറെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ സിവിക്ക് എടുത്തോണ്ട് പുറത്തിറങ്ങുന്നത്? കുറച്ച് ദിവസം അകത്തെടുത്തില്ലായിരുന്നു. നീ രാവിലെ വിളിച്ച് പെട്ടെന്ന് സിറ്റി 2 പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ
എൻ്റെ അടുത്തായ ഉണ്ടായിരുന്ന ഈ വണ്ടി, എൻ്റെ വണ്ടി ഫുള്ള് കിടക്കണ ഗ്യാരേജിലാണ്. അണ്ണാ ഗ്യാരേജ് വണ്ടി കൊണ്ട് നിർത്തിയിടാതെ കുറച്ച് വണ്ടി വീടിനകത്തൂടെ മേളിലൊക്കെ കയറ്റി വെക്ക്. എന്തിനാടാ പള്ളിപ്പെരുന്നാളിന് ആൾക്കാർ വന്ന പോലെ ഇരിക്കും. പിന്നെ ഇതൊക്കെ ഒരു വൈബല്ലേ അണ്ണാ, കുറച്ചെണ്ണന്റെ ആ വീടിന്റെ വഴി കൂടെ ഒക്കെ ഇട്, ഫുള്ള് വണ്ടി ആവട്ടെ അവിടെ. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടാ. അതിന് നമുക്ക് പോകുന്നതായിരിക്കും ഒന്ന് വർക്ക്ഷോപ്പിൽ കയറിയാലോ? എൻ്റെ സൗണ്ടിന് തന്നെ പറ്റിയെന്ന് നോക്കായിരുന്നു. ആ സിറ്റി വണ്ണിലെ വർക്ക്ഷോപ്പിലൂടെ ആയിരിക്കും പോകുന്നതല്ലേ? ആ അവിടെ തന്നെ. ഇന്ന് ഒന്നും കൂടെ സ്റ്റേഷനിൽ കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നേരെ സിറ്റി 2 വിട്ടെ. ഓ അത് ശരി, അങ്ങോട്ട് പോയ സീനാലേ. ആ കാര്യം ഞാനങ്ങ് മറന്നുകൂടാ. നമുക്ക് ആ സിറ്റി 2 പോവാം. അപ്പൊ ഞാനെങ്ങാനും ഈ വണ്ടിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി കൊടുത്തേനെ. കേസ് അപ്പോൾ ഇനി സിറ്റി 2 എത്തിയിട്ട് കാണാം. ഇവൻ എന്ത് പരിപാടിയാണെന്ന് അറിയത്തില്ല കേട്ടോ. സിറ്റി 2 പോകണം, കോളേജിൽ പോകണം എന്ന് പറഞ്ഞേ. കോളേജിലൊക്കെ എന്താണോ ആവോ. ഇവന് ഒരു സൈഡിൽ ഇരിക്കുന്ന നോക്കിയേ. അല്ല ഇവന് ഡ്രസ്സൊക്കെ നോക്കിയേ. എന്താ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നവൻ? ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവനെ കാണുന്നേ. കാരണം ഇന്ന് കുറച്ച് വെറൈറ്റി പരിപാടികളൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോണേ. അല്ല അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. എന്തോ ഉണ്ട് കേസ്, എന്നാ പറയുന്നില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം കേസ്. വെറുതെ ഇത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ ലാഗടിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. 2000 years later. കേസ് ഇപ്പം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. ഇന്ന് കോളേജൊന്നും ഇല്ലെന്ന് കേട്ടോ. ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നല്ലോ. ഈ കോളേജൊന്നും ഇല്ലാത്തപ്പോൾ എന്തിനാ ഇവൻ ഇന്ന് ഇങ്ങോട്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാൽ അതൊക്കെ ഉണ്ട്. ഇപ്പം അണ്ണന് മനസ്സിലാവും. നമ്മളിവിടെ എത്തി. ഇവിടെ ഒന്നും അല്ല, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ്, ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഇതാണോ? ഇതാണെന്ന് തോന്നുന്നു കേസ്. ആ ഇത് തന്നെ. ഇങ്ങോട്ട് എതിരെ കൂടെ ഇപ്പോൾ കയറി പോവാ. ഇതിലേ കയറാൻ തോന്നുന്നു. ഇവിടെ എന്താണ് ഈ വെച്ചേക്കണേ? ഒരു മാനാന്ന് തോന്നുന്നു. എൻ്റെ മേളിലിരിക്കുന്ന നോക്കി ഒരു പ്രതിമ. നല്ല രസമുണ്ടല്ലോ കാണേ. ഇവിടെ എവിടെയാണ് നിർത്തണ്ടേ? അതിൻ്റെ ഉള്ളിലോട്ട് നിർത്തിക്കോ. അകത്തോട്ട് അകത്തെവിടെങ്കിലും ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടാവും. അകത്തെവിടെങ്കിലും ആരെങ്കിലും ഒക്കെയോ? അതെന്തോ വർത്താനമാണ് നീ പറഞ്ഞേ? ആരെയോ കാണാനുള്ള പുറപ്പാടാണെന്ന് തോന്നി ഇവൻ. ഇവിടെ അതിന് ആരാ ഉള്ളത്? ആ ഒരു കാറ് കാണുന്നുണ്ട്. ഇതാരോ അങ്ങോട്ട് ഓടുന്ന. ആ ഇത് തന്നെ. ഇവിടെ ആയിട്ട് അങ്ങനെ നിർത്തിക്കോട്ടോ, ഞാൻ ഇപ്പോൾ വരാം. നീ എവിടെ പോന്ന്? അതാരാണ് ഈസ് അവിടെ നിൽക്കുന്നത്? എടേ ഇതാര്? എടാ ക്രൂസർ ഇതാരാന്ന്? ഇവനെന്ത് ഇവൻ പോയോ? അതേണ്ട ഇവൻ നിൽക്കുന്ന. ഏസ് ഇതിനാണോ ഏസ് ഇവൻ എന്നെ വിളിച്ചോണ്ട് വന്നേ? മര്യാദയ്ക്ക് വീട്ടിലങ്ങനെ ഇരിക്കില്ല. ഇവന് വേറെ ആരെല്ലാം വിളിച്ചോണ്ട് പോയാൽ പോരായിരുന്നു. ഇപ്പം ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്കങ്ങ് പോയാലോ ഗൈസ്. നോക്കി അവൻ അങ്ങോട്ട് വിളിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട്. ഇതിനാണെന്ന് അറിയുവാണെങ്കിൽ ഞാൻ വല്ല ബസ്സിനും കയറ്റി വിട്ടാലേ കേൾക്കണേ. അതാണ് അവൻ മിണ്ടാതിരുന്നത്. കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരുമെന്ന് അവൻ അറിയാലോ. ഇനിയിപ്പോൾ ഞാനിവിടെ വെറുതെ ഇങ്ങനെ പോസ്റ്റ് ആവും. ഞാനൊരു കാര്യം ചെയ്യാം, വണ്ടിയിലൊക്കെ പാട്ടൊക്കെ വെച്ചിരിക്കണ്ടേ. ഒക്കെ നമുക്ക് നടക്കുള്ളൂ. 1 eternity later. കേസ് ഇതുവരെ കഴിഞ്ഞില്ല കേസ്. ഇത് നോക്കിയേ, എന്നാ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഞാൻ കുറേ നേരം ഇവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ മിക്കവാറും ഇപ്പോൾ വണ്ടി എടുത്തോണ്ട് പോകും. ഇങ്ങനെയാണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും കൂടെ ഒന്ന് വിളിക്കായിരുന്നു. അതപ്പോൾ അവനെങ്കിലും എൻ്റെ കൂടെ കാറിലിരുന്നേനെ. ഇതിപ്പോൾ ഞാൻ വെറുതെ കുറേ നേരം അവിടെ ഇരിക്കുന്നത്. ഇവൻ ഇപ്പോഴൊന്നും വരൂലെന്ന് കേട്ടോ തോന്നുന്നു. എൻ്റെ കാറിനാണെങ്കിൽ സൗണ്ട് ഇല്ലേ. അത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് കാണിക്കണം. സിറ്റി 2 ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കാമല്ലേ. ഇതിവരെന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇതൊക്കെ എപ്പോഴാണെന്നാണ് ഞാൻ ആലോചിക്കണേ. ഇവർ ഇത്രയും കാലം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കുറച്ച് നേരം കൂടെ ഈ കാറിൽ വാട്ടും വെച്ച് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഇപ്പോഴൊന്നും കഴിയുമെന്ന് തോന്നുന്നു. അവിടെ കിടക്കുന്ന കാറിന് പണിയായതാണോ ഗൈസ്? ബോണറ്റെല്ലാം മുണ്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട 4 ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും പണിയായിട്ട് കിടക്കുന്നതാണോ അത്? ഇനി അതിന് പണിയായിട്ട് കൂട്ടാൻ വരാൻ അങ്ങനെ പറഞ്ഞ് വിളിച്ചതാണോ ഇവനെ? അങ്ങനെ ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ബസ്സും കയറി വരുള്ളൂ ഗൈസ്. ഞാനൊന്നും കൂട്ടൂല. ഇതൊക്കെ നമ്മുടെ പണ്ട് ഞാൻ വെച്ച സീറ്റാട്ടോ കണ്ടല്ലേ. ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് തീമിൽ എൻ്റെ കാറിന്ന ടൈമിൽ ആ ഒരു കളർ തന്നെയായിരുന്നു ഇൻറ്റീരിയറിലും കൊടുത്തത്. അല്ല ഞാനിപ്പോൾ എന്തിനാ ഇത് ഇവിടെ പറയുന്നത്? അതിന് കാറിൻ്റെ റിവ്യൂ എടുക്കാൻ വന്നതല്ല ഞാൻ. വരുന്നുണ്ട് കേസ്. അപ്പോൾ നമുക്ക് പോവാം കേട്ടോ. ഇതങ്ങോട്ട് വരുന്നു. എന്നാൽ വണ്ടി എടുത്തോ, നമുക്ക് പോവാം. അതൊന്ന് ബേക്കിൽ കയറിയോ? എവിടെ? ബേക്കിൽ കയറിയില്ലേ ഗൈസ്? ബേക്കിൽ കയറിയോ എന്നൊരു സംശയം. ബേക്കിൽ കയറിയെങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കോ. ഇതൊന്നും നടക്കൂല. ഞങ്ങൾ വല്ല ബസ്സും വിളിച്ചു വന്നോ? എല്ലാവരും ഇതൊന്നും നടക്കൂല. വല്ല ബസ്സിലും കയറി പോയാൽ മതി കേട്ടോ. നമ്മൾ പോവാ. അപ്പം ഇതെന്നെ സംഭവം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ അത് ഞാൻ പറഞ്ഞുതരാം. അണ്ണ വണ്ടി എടുക്കുക, നമുക്ക് പോവാം. നീ അല്ലെങ്കിൽ നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നീ വന്നേ. നീ എവിടെയാ? ഞാൻ എവിടെയുണ്ട്. നീ വല്ല ബസ്സിലും കയറി പാടി കേട്ടാ. നീ അവിടെ കാണുന്ന അനുഭവിക്ക്, നമ്മൾ പോവാ. അപ്പം ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലേ സംഭവം. ഞാൻ വിചാരിച്ച തന്നെ ആയിരിക്കും നിങ്ങളും വിചാരിച്ചേ. പക്ഷേ ഇവൻ്റെ വർത്താനം കേട്ടിട്ട് അങ്ങനെയൊന്നും അല്ലെന്നാണ് തോന്നുന്നത്. നിനക്ക് ആ വണ്ടിയിലോട്ട് കയറട്ടെ, നമുക്ക് ചോദിക്കാനായിരുന്നു. ഇപ്പം പിന്നെ അവിടെ പോയിട്ട് നിൽക്കുവാണോ? ഇനി 1 മണിക്കൂർ പിന്നെയും പോകുന്നു. ഇപ്പം തന്നെ 2 മണിക്കൂർ കഴിഞ്ഞു. ഇവനെ കാണുന്നില്ല കേസ്. ഇവൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ പിന്നെ അവിടെ നിൽക്കുവാന്ന് തോന്നുന്നു കേസ്. എൻ്റെ സംശയം എന്നാന്ന് ഞാൻ പറയട്ടെ. സംഭവം ഇപ്പോൾ ബ്രേക്കപ്പ് എന്തോ ആയതാണ്. അതാണ് അവനിപ്പോൾ ഇത്ര കലിപ്പായിട്ട് നിൽക്കുന്നത്. അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ? പിന്നെ അവരവിടെ എന്തോ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. ആ സംഭവം അത് തന്നെ കേസ്. എല്ലാവരും ഇവരിങ്ങനെ വർത്താനവും പറഞ്ഞ് പിന്നെ ഇവൻ ഇത്ര കലിപ്പും കാണിക്കൂല. അത് തന്നെ അവൻ വരുന്നു. എനിക്ക് സ്ലോ മോഷനിലൊക്കെ നടന്നു വരുന്നത്, അല്ലെങ്കിൽ ഓടി വരുന്ന ചെക്കനാ. അണ്ണാ വണ്ടി എടുത്തോ, നമുക്ക് അങ്ങോട്ടേലൊക്കെ പോവാം. ഇന്ന് എൻ്റെ ഭാഗം കുറച്ച് പാർട്ടിയൊക്കെ ഉണ്ട്. അടാ ശരിക്കും എന്നാടാ സംഭവം ഇത്? അത് ഞാൻ പറഞ്ഞുതരാം. അണ്ണാ അങ്ങോട്ട് വണ്ടി വിട്, ഇവിടെ നിൽക്കണ്ട. നീ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നീ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിരിക്കുമോ? ഇല്ല അണ്ണാ, ഞാൻ ഇപ്പം തന്നെ പറയാം. സംഭവം നമ്മൾ റിലേഷനിലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ അവൾക്ക് ബ്രേക്കപ്പ് വേണമെന്ന് പോലും. ഞാൻ എന്നാ പറയാനും പിന്നെ അവളവിടെ നിൽക്കട്ടെ. അവളുടെ വണ്ടിക്ക് മണി കിട്ടിയിട്ട് അവളവിടെ നിൽക്കുന്നേ. ഇനി വല്ല ബസ്സും കയറി പോട്ടെ. മര്യാദയ്ക്കാണെങ്കിൽ നമ്മളിപ്പോൾ കൊണ്ടുപോകില്ലായിരുന്നു. അത് നമ്മളിപ്പോൾ കൊണ്ടുപോയാലേ ഇതിനകത്ത്. അതെണ്ണം കൊണ്ടുപോകും.
അണ്ണൻ കൊണ്ടാകാതൊന്നും ഇരിക്കുമല്ലോ നമുക്കറിയാലോ. അണ്ണൻ എന്തെങ്കിലും പറഞ്ഞാലും അണ്ണ സമയത്ത് നമ്മളെ കൊണ്ടുപോകും. നീ ബാക്കി പറ, കാരണം എന്നാ? അത് വീട്ടുകാർ ഭയങ്കര സീനാവൂലോ, ഇതൊന്നും നടക്കൂലെന്ന്. ഇത്രയും കാലം വീട്ടുകാർ സീന തന്നെയായിരുന്നു അമ്മ, എന്നിട്ടും എൻ്റെ കൂടെ നിന്നെയായിരുന്നു. പക്ഷെ ഇപ്പം തന്നെ അവൾക്ക് പെട്ടെന്ന് ഇത്ര ഇതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ നാല് തെറിയും പറഞ്ഞു. നീ എനിങ്ങനെ കാണാൻ പോകുമൊന്നും ഇല്ലായിരുന്നു, അല്ലാതെ വെറുതെ ഫോൺ വിളി മാത്രമേ ഉള്ളായിരുന്നു. ഞാനങ്ങനെ കാണാൻ പോകുമൊന്നും ഇല്ലായിരുന്നു, നമ്മളിങ്ങനെ ഫോണിൽ കൂടെ ഉള്ള ഇത് മാത്രമേ ഉള്ളായിരുന്നു. നീ ഇപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ, എന്തെങ്കിലും കോപ്പാവട്ടെ. എന്നാൽ അത് തന്നെ ആയിക്കോടാ, വീട്ടുകാരുടെ നീനൊന്നും അല്ലായിരിക്കും. നീ ഇടയ്ക്ക് കാണാനൊക്കെ പോകത്തില്ലായിരുന്നു നിനക്ക്? അത് ഞാൻ പിന്നെ എപ്പോഴും നമ്മൾ മീറ്റപ്പും ആ ഒരു മൈൻഡിൽ നമ്മളങ്ങനെ നടക്കുമല്ലായിരുന്നു. പിന്നെ ഞാനതങ്ങനെ നോക്കിയില്ല. നീ ഇത് ഓർത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതൊന്നും ഇരിക്കല്ലേ? നമ്മളങ്ങനെയൊന്നുമില്ല, നമ്മൾ ഫുള്ള് സെറ്റാണ്. നമ്മൾക്കിപ്പോൾ എനിക്കിപ്പോഴും ഒരു കുഴപ്പമില്ല, എനിക്ക് എന്ത് വിഷമം, എനിക്കൊരു വിഷമവും ഇല്ല. അത് നിൻ്റെ ആ പറച്ചിൽ കേട്ടാനും തിരിയുന്നുണ്ട്. ഇവിടെ ഒരു നല്ല സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടെങ്ങാനും പോവാം. കേസപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കോട്ടോ. ഫുള്ള് ഒരു ഇതായിപ്പോയി. എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ ഫുള്ള് കണ്ടൻറ്റ് വല്ല സെറ്റ് കണ്ടൻറ്റൊക്കെ ആയിരിക്കും എന്ന് ഓർത്തിട്ട് ഇങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു സംഭവം. ഇവനത് ആദ്യം പറയുവാണെങ്കിൽ ഞാനിത് കണ്ടൻറ്റ് ഒന്നും ആക്കൂലായിരുന്നു. ഇപ്പം പെട്ടെന്ന് സിറ്റി 2 എന്നൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ വല്ല കാറ് വല്ലതും ഇറക്കുവാണോ, അങ്ങനെ വല്ല കിടിലം കണ്ടൻറ്റ് കിട്ടുമെന്ന് ഓർത്ത് പെട്ടെന്ന് റെക്കോർഡാക്കിയതായിരുന്നു. എന്തായാലും കേസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുവാണ് കേസ്. അപ്പോൾ അടുത്തൊരു കിടന്ന വീഡിയോ ആയിട്ട് കാണാം. ഇവനെ അപ്പോൾ ഇവിടെ ഒരു കിടന്ന സ്ഥലമുണ്ട് കേസ്, അങ്ങോട്ട് കൊണ്ടുപോട്ടെ. അപ്പം അതിരിക്കും ബൈ.